ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സുവിശേഷകരെ, ഗായ സംഘാംഗങ്ങളെ, കർത്താവിൽ സ്നേഹവും ബഹുമാനമുള്ള ദൈവജനമേ, നമ്മുടെ കൺവെൻഷൻ്റെ കടശി രാത്രി യോഗമാണ്. കഴിഞ്ഞ 7 രാത്രികളിൽ നമുക്ക് സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും ഈ വചനകൂടാരത്തിൽ ശാന്തമായിരുന്ന് വചനത്തിൻ്റെ പൊരുൾ തേടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. അല്പം ചൂട് കൂടുതലാണെങ്കിലും മഴ പെയ്യുന്നതിനേക്കാൾ അല്പം ചൂടാണ് നമുക്ക് സൗകര്യമായിട്ട് ഇരിക്കുന്നതിനിടയാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കഴിവുകൾക്കപ്പുറമായി പ്രവർത്തിക്കേണ്ടുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മളോട് കരുണ കാണിച്ച് എല്ലാം അനുകൂലമാക്കി. ദൈവം എല്ലാം നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മൾ ദൈവത്തിന് അനുകൂലമായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ശാന്തമായി നമ്മളെപ്പോഴും ആലോചിക്കണം. അങ്ങനെയുള്ള ആലോചനകൾ കൂടിയാണ് നമ്മൾ ഈ കൺവെൻഷനിൽ സംബന്ധിക്കേണ്ടത്. കഴിഞ്ഞ എല്ലാ ദിവസവും രാത്രി യോഗങ്ങളിൽ നമുക്ക് എപ്പോഴും പരിചയമുള്ള കാണാതറിയാവുന്ന ഒരു വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയായിരുന്നു. അതെല്ലാം നിങ്ങൾ ഗൗരവമായി എടുക്കുന്നു, അത് ഗൗരവമായി പഠിക്കുന്നു എന്ന് കാണുന്നതിലും കേൾക്കുന്നതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അത് ഒരു നാളിൽ നമുക്ക് നന്മയ്ക്ക് മുഖാന്തരമാകും എന്നുള്ളതിന് 2 പക്ഷമില്ല. നമ്മുടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇവിടെ കേൾക്കുന്ന പ്രസംഗത്തിൻ്റെ നോട്ട് എഴുതണമെന്ന് സൂചിപ്പിച്ചതനുസരിച്ച് കുറേയേറെ വിദ്യാർത്ഥികൾ അവർ നന്നായി അത് എഴുതി നമ്മുടെ സ്കറിയ തോമസ് അച്ഛൻ്റെ കയ്യിൽ നൽകുകയുണ്ടായി. അതച്ഛന് ഇന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഉള്ള പ്രൈസ് നാളെ നൽകുന്നതുമായിരിക്കും. അതൊരു പ്രൈസ് കിട്ടുക എന്നുള്ളതിനേക്കാൾ നമ്മളെല്ലാവരും വചനം കേൾക്കുകയും അത് എഴുതുകയും ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ എന്നോട് പിണങ്ങാതിരിക്കാമെങ്കിൽ ഞാൻ പറയാം, നമ്മൾ എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ഒറ്റ ദിവസത്തിനുള്ളിൽ 80-85% വിട്ടുപോകും. അതീവ ഓർമ്മശക്തിയുള്ള ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഇതെല്ലാം കുറച്ച് ഓർത്തിരിക്കാനൊക്കെ ഉള്ളൂ. ഇവിടെ നമ്മുടെ പ്രേംജിത്ത് അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛനെ എനിക്ക് നേരത്തെ അറിയാം. ബോംബെയിൽ ഭദ്രാസനത്തിൻ്റെ 1 വർഷത്തെ പ്രധാന പ്രഭാഷകനായിരുന്നു. പല ദിവസങ്ങൾ അച്ഛനോട് താമസിച്ച് അത് ചെയ്തു. ഒറ്റ പ്രാവശ്യം കേട്ടാൽ പിന്നെ മരണം വരെ മറക്കുകയില്ല അച്ഛന്. അതുകൊണ്ട് അനേകം ഭാഷയിൽ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, തിയോളജിയിൽ PhD, ചരിത്രത്തിൽ PhD, അങ്ങനെയൊക്കെയുള്ള ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. എന്നാൽ എന്നെപ്പോലെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ നോട്ടുകൾ എഴുതണം. യു ആർ നോട്ട് കോമ്പീറ്റൻറ്റ് ടു റിമെമ്പർ ഓൾ ദീസ് തിങ്സ് ഓൾ ത്രൂ യുവർ ലൈഫ്. പല ആളുകളിലും ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിണങ്ങരുത് എന്നുള്ളത്. നിങ്ങളൊരു മൊബൈലും അതിനകത്തൊരു കാറിൻ്റെ കീയുമായിട്ട് അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇതൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ ഒക്കുകയില്ല. ലളിതമായി ഞാൻ ഉപയോഗിക്കുക. എവിടെ ഇരിക്കുന്ന ഈ പുരുഷന്മാരോട് ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ടത്തെ പ്രസംഗത്തിൻ്റെ ഒരു പോയിന്റ് പറയാമോ നിങ്ങൾക്ക്? എഴുതാത്തവർ, നോട്ട് എഴുതിയവർക്ക് പറയാം, അല്ലാതെ ഇതിങ്ങനെ കേട്ടേച്ച് പോകുന്ന ആർക്കെങ്കിലും പറയാമോ? 2ാമത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഇത് 2 ദിവസമായതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും. ഇതൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ ഒക്കുകയില്ല. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് കുറിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാകണം. അതൊരു ബൗദ്ധികമായ വളർച്ച കൂടിയാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഇതൊന്നും എഴുതാതെ നമ്മൾ കൈമീശി വന്നാൽ ഇതെല്ലാം ഓർത്തിരിക്കും. നോ, നോട്ട് പോസിബിൾ. അതുകൊണ്ട് വി ഹാവ് ടു ഡെവലപ്പ് എ കൾച്ചർ ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ നോട്ട്സ്. അപ്പോൾ എല്ലാ വലിയ ആളുകളുടെയും കയ്യിൽ ഒരു നല്ല ഡയറി കയ്യിലിരിക്കുന്നത് ഒരു സംസ്കാരമാക്കി നമുക്ക് എടുക്കണം. ഇതൊക്കെ 21ാം നൂറ്റാണ്ടിൽ പ്രബുദ്ധരായ
നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടം ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും സംശയമില്ല, എനിക്കും സംശയമില്ല. പിന്നെ ഇതിനകത്തൊരു 3% ആളുകൾ കാണും, പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി എഴുതുകയില്ല. അവരെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ, എന്നല്ലാതെ എന്താ പറയാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സ്ത്രീജനങ്ങളും മുമ്പിലിരിക്കുന്ന കുറച്ച് ആളുകളെ ഇതൊക്കെ എഴുതി കാണുന്നുള്ളൂ, പുറയിലുള്ളവരും ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു നോട്ട് ബുക്കും ഇല്ലാതെ എല്ലാം ഞാൻ ഓർത്തോളാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പനോ അമ്മയും സമ്മതിക്കുമോ? ഇല്ലല്ലോ, നമുക്ക് സമ്മതിക്കുകയില്ല. കാരണം അങ്ങനെ ഒക്കുകയില്ല. നമുക്ക് നോട്ട് എഴുതണം, എന്തെല്ലാം ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇതെല്ലാം ഓൺലൈനിൽ കിടപ്പുണ്ടല്ലോ, പിന്നെയും കേൾക്കാവും. അതൊരു ചിന്ത മാത്രമേ ഉള്ളൂ, അങ്ങനെ കാര്യമായിട്ട് കേൾക്കുന്നില്ല. അതൊന്നും ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞത്, അവരത് ഭംഗിയായി ചെയ്തത് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മൾ എടുത്ത തീരുമാനങ്ങൾ അടുത്ത കൺവെൻഷൻ വരെ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് എടുത്ത് വായിക്കണം. അതിനകത്ത് ചരമപ്രസംഗം വരെ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ ഈ നോട്ടം കണ്ടാൽ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു നോട്ടമാണ്, മനസ്സിലായി? എഴുതണം. ചരമപ്രസംഗം എഴുതാത്തവരെ എഴുതണ്ട. എന്നാലും നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതിയത് നിങ്ങൾ ഇങ്ങനെ മറിച്ച് നമ്മൾ മനനം ചെയ്യണം. ഇന്ന് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വാക്യം ആണ് വായിക്കുന്നത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യമാണ്. ഞാൻ വായിക്കാം, അതിനുശേഷം നമുക്ക് ഒരു പ്രാവശ്യം എല്ലാവർക്കും കൂടി ശബ്ദം ഉയർത്തി പറയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം, 48-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇനി നമുക്കെല്ലാവർക്കും കൂടെ അതൊന്ന് ഒരുമിച്ച് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം, ശബ്ദം ഉയർത്തി പറയണം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അപ്പോൾ സൽഗുണപൂർണരായാൽ കൊള്ളാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സൽഗുണപൂർണർ ആകുവീൻ. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സൽഗുണപൂർണരാകണം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഇത് നമ്മളെപ്പോഴും ഓർക്കണം. ഫ്രാൻസിസ് ഓഫ് അസീസിയെ കുറിച്ചാണ് ഈ പ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫ്രാൻസിസ് ഓഫ് അസീസിയെ കുറിച്ച് തന്നെ ഒരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് ഞാൻ അവസാനം. ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമൊത്ത് പട്ടണത്തിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു കൃഷിയിടത്തിൽ, ഒരു കൃഷിഭൂമിയിൽ, പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും ചേറ് പുരണ്ടിട്ടുണ്ട്. ഒരു തോർത്ത് ഉടുത്ത് അദ്ദേഹം അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ഓടി പെട്ടെന്ന് ഈ റോഡിലോട്ട് കയറി ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ മുമ്പിൽ നിന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളാണോ ഫ്രാൻസിസ്? വിനയാന്വിതനായി ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന ഈ മഹാനായ വിശുദ്ധ മനുഷ്യൻ പറഞ്ഞു, അതെ, ഞാനാണ് ഫ്രാൻസിസ്. അപ്പോൾ ആ കർഷകൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളൊരു വിശുദ്ധനാണെന്നാണ് എല്ലാവരും പറയുന്നത്, അങ്ങനെ ആയിരിക്കണം കേട്ടോ. അദ്ദേഹം വീണ്ടും കൃഷിസ്ഥലത്തേക്ക് പോയി. ഫ്രാൻസിസ് ഓഫ് അസീസി അവിടെ മുട്ടുകുത്തി കൈകൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു, സർവശക്തനായ ദൈവമേ, നീ തന്നെയാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അങ്ങനെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവജനമേ, നിങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല അമ്മയാണ്, ഒരു നല്ല സ്ത്രീയാണ്, നല്ല ഔചിത്യമുള്ള ഒരാളാണ്, സത്യസന്ധനാണ്, പരോപകാരിയാണ് എന്നെല്ലാം നിങ്ങളെക്കുറിച്ച്. അവിടെ ഇരിക്കുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് പീപ്പിൾ നല്ല മനുഷ്യരാണ്. നിങ്ങൾ ഇങ്ങോട്ട്
നിങ്ങൾ നല്ലതാണെന്ന് നിങ്ങളുടെ നാട്ടുകാർ പറയുന്നത് അതുപോലെ ആയിരിക്കണം. അവരെയും ദൈവത്തെയും ചതിക്കരുത്. ഇതാണ് ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മളെക്കുറിച്ച് പറയുന്നതായ കാര്യം, ആ അച്ഛൻ ഒരു നല്ല അച്ഛനാണ്, സത്യമേ പറയൂ എന്ന് ജനം ധരിച്ചിരിക്കുന്നു. ജനം പറയുന്നു, അവരോടല്ല, മറ്റ് ഒരാളെ കാണുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ മെത്രാച്ചൻ, ഞങ്ങളുടെ ഇടവക ട്രസ്റ്റി സത്യസന്ധനാണ്, വിശുദ്ധരാണ്. അവരോട് ഈ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രാർത്ഥനയാണ്. അതെന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഈ 2024 66ാമത്തെ കൺവെൻഷൻ്റെ സമാപന രാത്രി യോഗത്തിൽ ദൈവനാമത്തിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് നമുക്ക് പരസ്പരം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മളെക്കുറിച്ച് പൊതുവെ ഒരു നല്ല വർത്തമാനമാണ്. അദ്ദേഹം നല്ലതാണ്, ഇദ്ദേഹം നല്ലതാണ്, അദ്ദേഹം ഇന്ന സ്വഭാവമുള്ളവരാണ്. അങ്ങനെ ആയിരിക്കണം. ദൈവത്തെ ചതിക്കരുത്. നമ്മളിങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാമായിരിക്കും, ഇംപ്രഷൻ വിത്തൗട്ട് എക്സ്പ്രഷൻ ലീഡ്സ് ടു ഡിപ്രഷൻ. അങ്ങനെയാണെന്ന് ധരിപ്പിക്കുകയും അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ജീവിതം മഹാദുരിതപൂർണമായ ജീവിതമായി തീരും. കാരണം ഞാൻ ഇങ്ങനെ ധരിപ്പിക്കുകയാണ് ഇവിടെ എൻ്റെ സഹപ്രവർത്തകരായ അച്ഛന്മാരെ, നിങ്ങളെ തിരുമേനി ഒരു നല്ലവനാണ്, അദ്ദേഹം വളരെ ശാന്തരാണ്, സത്യമേ പറയൂ എന്നൊക്കെ നിങ്ങളെ ധരിപ്പിക്കുന്നു. നിങ്ങളും ധരിച്ചിരിക്കുന്നു ഞാൻ സത്യസന്ധനല്ലാതിരിക്കുന്നു, ഞാൻ ആളുകളെ ചീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ചീറ്റ് ചെയ്യപ്പെട്ടത് മറ്റവരല്ല, സ്വയം ചീറ്റ് ചെയ്യപ്പെടുകയും സ്വയം ചതിക്കപ്പെടുകയും വല്ലാത്ത വില കൊടുക്കുകയും ചെയ്യേണ്ടി വരും. ഈ ആത്മീയ ലോകത്തിൽ ഇന്ന് വലിയ കാപട്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഭക്തിയുടെ വേഷം ധരിച്ച് ഇങ്ങനെ നടക്കുക, ചെന്നായ്ക്കളുടെ ക്രമവും കുഞ്ഞാടിൻ്റെ തോലും ധരിക്കുന്നത് നമുക്ക് അപകടമാണ്. അപകടം മനഃശാസ്ത്രപരമായും വലിയ അപകടമാണ്. എന്നെ നിങ്ങൾ നല്ലവരെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ മുഖത്തൊരു ചിരി കാണാമെങ്കിലും അതൊരു വിളറിയ ചിരിയായിരിക്കും. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കും. ഇതൊന്നും സത്യമല്ലല്ലോ തന്നെക്കുറിച്ച് പറയുന്നതെന്ന് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളിലുള്ള ദൈവാത്മാവ്, അതാണല്ലോ ദി ഡിവൈൻ കോൺഷ്യൻസ് ഇൻ ഈച്ച് വൺ ഓഫ് us. ഇത് നമ്മളിലുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് എപ്പോഴും നമുക്ക് തോന്നുന്നു. നമ്മൾ തെറ്റ് ചെയ്യുന്നത് തെറ്ററിയാത്തത് കൊണ്ടാണ് അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചതിക്കുന്നത്. അതുകൊണ്ട് ആണ് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഈ വാക്കിനോടൊരു ഇഷ്ടം. ഇംപ്രഷൻ, ഗിവിങ് ദ ഇംപ്രഷൻ. നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പുറത്തെ വസ്ത്രത്തിൻ്റെ ആ വെണ്മ അകത്തും ഉണ്ടെന്ന് ധരിപ്പിക്കുന്നു, ദ്യോതിപ്പിക്കുന്നു. പക്ഷേ അത്രയും വെണ്മ ഉള്ളിലില്ലെങ്കിൽ, ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് ഹൃദയശുദ്ധി ഉള്ളവരായി, പുറത്ത് ഇച്ചിരി അശുദ്ധമായാലും, പുറത്തെ വസ്ത്രം ഇച്ചിരി മോശമായാലും, അകത്തെ മനുഷ്യൻ വിശുദ്ധനും ആണെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ പുറത്ത് കാണുന്നതിനെ അനുസരിച്ച് അകത്തില്ലെങ്കിൽ അതൊരു വിരൂപ കാഴ്ചയായിട്ട് മാറും. അതാണ് ശരിക്കും ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദേ ആർ ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ, ദേ ആർ പെർഫെക്റ്റ് പീപ്പിൾ. പക്ഷേ ഏറ്റവും വലിയ ഡിസബിലിറ്റി എന്താണ്? ഞാനാണെന്ന് വെളിയിൽ കാണിക്കുകയും നമ്മുടെ ഉള്ളിൽ ഡിസേബിൾഡ് ആയിത്തീരുകയും ചെയ്യുന്നെങ്കിൽ നമ്മളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ആത്മീയ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു എന്ന് നമ്മൾ ഓർക്കണം. ഇതൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറ്റപ്പെടുത്താനല്ല, ഞാൻ ചെയ്യേണ്ടതാണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ വാക്ക് മറക്കാതിരിക്കുക. നിങ്ങൾ വിശുദ്ധനാണെന്ന് എല്ലാവരും പറയുന്നു, അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ദൈവത്തെ ചതിക്കരുത്, മനുഷ്യരെ ചതിക്കരുത്. ആത്മാർത്ഥത വളരെ പ്രധാനമാണ്. ഇന്ന് ആത്മാർത്ഥത കുറയുന്നു. ആത്മാർത്ഥത കുറയുമ്പോഴാണ് അഭിനയം കൂടുന്നത്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പിന്നെ അഭിനയം ആവശ്യമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇല്ലാത്തതുണ്ടെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കും. ഇതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇംപ്രഷൻ വിത്തൗട്ട് എക്സ്പ്രഷൻ ലീഡ്സ് ടു ഡിപ്രഷൻ. ഇത് നിങ്ങളുടെ മരണം വരെ ഇനി മറക്കരുത്. ഈ പുറത്ത് കാണുന്നത് അതുപോലെ തന്നെ അകത്ത് ആയിരിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത് മര്യാദയാണോ മര്യാദകേടാണോ? അത് കേട്ടേച്ച് നമുക്ക് നിർത്താനാ. നിങ്ങൾ എന്നെ അനങ്ങാത്തത് മര്യാദയാണ്. ഈ മര്യാദ ഈ വർഷത്തെ കടശി യോഗത്തിൻ്റെ ഒരു പ്രസ്താവനയായി
ഒരു ദൈവ നിർദ്ദേശമായി സ്വീകരിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹപൂർണ്ണമാക്കും. ഇന്ന് നമ്മുടെ കൂടെ പുറപ്പാട്ട് പാടി സ്തോത്രകാഴ്ച സ്വീകരിക്കും. അതിനുശേഷം പാഠം വായനയ്ക്ക് ശേഷം ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട പ്രേംജിത്ത് കുമാർ അച്ഛൻ ഇന്നത്തെ ഈ സന്ധ്യയിലെ പ്രധാന ദൈവവചന പ്രഭാഷണം നടത്തുന്നതാണ്. ഇന്ന് അതിഥികളായി വന്ന എല്ലാവരെയും പ്രത്യേകിച്ച് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി, സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ആ പദം തന്നെയില്ല, ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു മെത്രാപ്പൊലീത്തായ്ക്ക് ഏതാണ്ട് മേളിലുള്ള ഒരു പോസ്റ്റാണ്. അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ABK ജോഷുവ അച്ഛൻ അടുത്ത ഞായറാഴ്ച മാരാവൺ കൺവെൻഷൻ തുടങ്ങുകയാണ്. അതിന് നമ്മളെ ക്ഷണിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ്. അവരധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ. അങ്ങനെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പാട്ട് പാടുന്നതും സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതും. കൺവെൻഷൻ